പ്രിയ ഷമീർ പാഷേ, ഞാൻ ചോദിക്കുന്നത്, ഇനിയുമുള്ള ഒരു വിശ്വാസം, അതായത് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു, ആ സന്തോഷം അനുഭവിക്കുന്നു, യേശുവിനായി ജീവിക്കുന്നു, ഇനിയും തുടർന്നുള്ള നാളുകളിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ജീവിതത്തിലെ താല്പര്യം? അതായത് യേശുവിനെ കുറിച്ച് അറിയാത്തവരുണ്ട്, അറിഞ്ഞവരുണ്ട്, പക്ഷേ എന്താണ് ഹൃദയത്തിലുള്ള ആവേശം ഈ നാളുകളിൽ? എന്ത് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ്? വാസ്തവത്തിൽ ഇനിയുള്ള നാളുകൾ എന്നൊരു പദത്തിന് പ്രസക്തി ഇല്ല. കാരണം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ശുശ്രൂഷകളാണ്. എന്ന് പറഞ്ഞാൽ പ്രസംഗകനാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ഉള്ളിൽ പാട്ട് പാടണം, പാട്ട് ലെവലിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ആ കാലങ്ങളിൽ 2002 രക്ഷിക്കപ്പെട്ടു, 2004 അവസാനത്തോടെ ഒക്കെ ആയപ്പോഴാണ് സുവിശേഷ വേലയ്ക്കായി വചനവുമായി ഇറങ്ങുവാനുള്ള ദൈവത്തിൻ്റെ പ്രേരണ ഉണ്ടാകും, ദൈവത്തിൻ്റെ ആലോചന. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അതിനോട് അങ്ങോട്ട് മറുത്തു നിന്നു. കാരണം എനിക്ക് സുവിശേഷ വേല അല്ലെങ്കിൽ എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള അറിവോ അതിനുള്ള പഠനമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എനിക്കത് പറ്റത്തില്ല എന്നുള്ളൊരു തീരുമാനം ദൈവത്തോട് പറഞ്ഞു. എന്നാൽ ദൈവം വ്യക്തമായി ഇടപെട്ട ഒരു വാക്കാണ്, എൻ്റെ ആത്മാവ് സംസാരിക്കും, എൻ്റെ ആത്മാവ് സംസാരിക്കും, നിനക്ക് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ മനസ്സുണ്ടോ എന്നറിഞ്ഞാൽ. അപ്പൊ എന്നെ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ ദൈവം യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഉപകരണമായി. അപ്പം എനിക്കതിൽ ഒബ്ജക്ഷൻ പറയാനില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. കർത്താവ് എന്നോട് എൻ്റെ മുമ്പിൽ വെച്ച 1-2 ഡിമാൻഡാണ്. ഒന്ന്, സർപ്പസന്തതികളെ എന്ന് വിളിച്ചാണ് യോഹന്നാൻ സ്നാപകൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിൽ ഒരു കോംപ്രമൈസ് വെക്കുന്നില്ല. ഒന്ന്. 2, യോഹന്നാൻ സ്നാപകൻ പാതി വഴിയിൽ മാറ്റപ്പെട്ട പോലെ ചിലപ്പോൾ മാറ്റപ്പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിലൊന്നും എനിക്ക് ദൈവത്തോട് തർക്കമോ പരാതിയോ ഒന്നുമില്ല. സോ ഞാൻ കമ്മിറ്റഡ് ആയി. അവിടെ നിന്ന് 100% ദൈവമാണ് ഇന്ന് ഈ ശുശ്രൂഷ മുഖത്ത് ഷമീർ എന്ന വ്യക്തി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമേരിക്കയിൽ വരുവാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 100% ദൈവമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും. ഇതിനകത്ത് ചില വ്യക്തികൾ മുഖാന്തരങ്ങളായിട്ടുണ്ടാകാം. എന്നാൽ ആരും മാനുഷികമായ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സുവിശേഷ മുഖത്ത് ഇവിടെ എത്തിയ ആളല്ല. 100% ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ഒരാളെ ഫോൺ ചെയ്തിട്ടില്ല. ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിച്ച് പോകുന്ന സ്വഭാവമില്ല. ഞാൻ വിളിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ ആരും വിളിച്ച് പോകുന്ന സ്വഭാവമില്ല. അതുപോലെ തന്നെ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നവരോട് എങ്ങനെയാ നിങ്ങളുടെ ചാർജ് എന്ന് ചോദിക്കുന്നവർ വരെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഇതൊരു ബിസിനസ് അല്ല, ചാർജ് പറയാൻ ആളല്ല, ഇത് ശുശ്രൂഷയാണെന്ന നിലയിലല്ലാതെ ഡിമാൻഡ് വെക്കുന്നത് ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ മുഖത്ത് ദൈവമാണ് കൊണ്ടുവന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിലൊരാഗ്രഹം കൂടുതലായും ഈ സത്യം അറിയാതെ കിടക്കുന്ന ജനത്തിന്റെ അടുക്കൽ ഈ സുവിശേഷവുമായി പോവുക. ഞാനിപ്പോ ഈ അമേരിക്കയിൽ വന്നത് കേവലം 3 മാസം 3.5 മാസം ആകുന്നേ ഉള്ളൂ. അല്ല, ഞാൻ സഞ്ചരിച്ചു പോകുന്ന ഒരാളല്ല. ഇവിടെ വന്നു, ദൈവത്താൽ സംഭവിച്ചു. എന്നാൽ ഈ 13 വർഷം ഞാൻ എന്താ ചെയ്തത്? അല്ലെങ്കിൽ 13 വർഷത്തിൽ 3 വർഷം പിന്നിട്ട് ശുശ്രൂഷ വേള ജീവിതത്തിൽ ഇറങ്ങിയ ഈ 10 വർഷത്തോളം ഞാൻ എന്താണ് ചെയ്തത്? ഇതറിയാത്ത ജനത്തിന് നടുവിലാണ് നിന്നത് ഇതുവരെ. പലരുടെയും ശ്രദ്ധയിൽ അത് പെടുന്നില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട്. കാരണം ജനത്തിനിടയിലാണ്. ഇപ്പൊ നമ്മൾ 5 ലക്ഷം രൂപ മുടക്കി വെക്കുന്ന ഒരു കൺവെൻഷൻ ക്രൂസൈഡിൽ ഒരു ഹിന്ദുവോ ഒരു മുസൽമാനോ ഒരു ക്രിസ്ത്യാനിയോ വന്നിരുന്ന് കേൾക്കണമെന്ന് നിർബന്ധമില്ല. വന്നാൽ ഓക്കെ വന്നു, പക്ഷെ നിർബന്ധമില്ല. എന്നാൽ അവൻ ഇരിക്കുന്നിടത്ത് പോയി അവനെ കേൾപ്പിക്കുന്ന ശുശ്രൂഷയാണ് പരസ്യയോഗം എന്ന് പറയുന്നത്. നമ്മുടെ അടുക്കൽ അവന്റെ വീട്ടിന്റെ തിണ്ണയിൽ ചിലപ്പം വീടി വലിച്ചുകൊണ്ടിരിക്കുന്നവന്റെ മുമ്പിൽ പോയി മൈക്ക് കെട്ടിവെച്ച് അവനെ കേൾപ്പിക്കുകയാണ് പരസ്യം. പക്ഷെ അതിന് ഭൗതികമായി അതിന് പ്രതിഫലം തരാൻ ആരും കാണില്ല. ചിലപ്പോ ചിലയിടത്തുനിന്ന് മർദ്ദനം കേൾക്കേണ്ടി വരും. ഇതൊക്കെ സംഭവിക്കേണ്ടി. എന്നാൽ അങ്ങനെയുള്ളവരോട് സുവിശേഷം അറിയിക്കുന്ന പരസ്യയോഗം
ഔട്ട്റീച്ച് മിനിസ്ട്രിയാണ് എന്റെ ഉള്ളിൽ എന്നും ഉണ്ടായിട്ടുള്ള ഒരു സന്തോഷം. ഇപ്പൊ അമേരിക്കയിൽ ആയിരങ്ങളുടെ നടുവിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴും വാസ്തവത്തിൽ എന്റെ മനസ്സ് അവിടെ തന്നെയാണ്. ഞാൻ ഇനി ഇവിടുന്ന് പോയാലും പരസ്യോഗത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ശുശ്രൂഷയുമായി കർത്താവിനെ അറിയാത്ത ജനത്തിന്റെ ഇടയിൽ അത് എവിടെയായിരുന്നാലും ആ ഒരു നിലയിൽ തന്നെ മുന്നോട്ട് പോകുവാനാണ് തുടർന്നും കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് ഇനി എന്നുള്ളതല്ല, ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ തുടർന്ന് പോകണം. ഒരിക്കലും ആ ഒരു വിഷനിൽ നിന്ന് മാറരുത് എന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് ദൈവത്തോടും ആ ഒരു നിലയിലാണ് പോകുന്നത്. അത് നല്ലൊരു തീരുമാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സാക്ഷ്യം കേട്ട നമ്മൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നു, വേദവസം വായിക്കുന്നു, പക്ഷേ എൻ്റെ അവസാന ശ്വാസം വരെയും എൻ്റെ യേശുവിനായി ജീവിക്കും എന്നാണ് യഥാർത്ഥ ഒരു ഭക്തന്റെ തീരുമാനം. പ്രിയ ഷമീർ പാസ്റ്ററെ പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവമേ എനിക്ക് തന്ന ആയുസ് ഇനി എത്ര നാളുണ്ട്, അത്ര നാളും എന്നെ രക്ഷിച്ച, എനിക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞു മരിച്ച യേശുവിനായി ഞാൻ ജീവിക്കും. യേശു എൻ്റെ ഉള്ളത്തിൽ വന്നിട്ടുണ്ട്, ഞാൻ യേശുവിനായി ജീവിക്കും. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പ് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്ന അവരും അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.